അമ്പലത്തിനുള്ളിൽ വിഗ്രഹം ഇരിക്കുന്നത് കണ്ടു. അവന് സന്തോഷമാവുകയാണ്. ഉടനെ തന്നെ അവൻ നട തുറന്ന് വിഗ്രഹം എടുക്കാനായി ശ്രമിക്കുമ്പോൾ അവിടെ ഒരു പാമ്പുണ്ടായിരുന്നു. ആ പാമ്പിനെ അവൻ ഓടിച്ചു കളഞ്ഞ് ഉടനെ തന്നെ വിഗ്രഹവും ഇളക്കി അവൻ ഓടുകയാണ്. വിഗ്രഹവും എടുത്ത് അവൻ പുഴയിലേക്ക് ചാടി നീന്തി രക്ഷപ്പെട്ട് അക്കരെ വരാനായി ശ്രമിക്കുമ്പോൾ പുഴയുടെ നടുവിൽ വെച്ച് അവനാണെങ്കിൽ പുഴയ്ക്കുള്ളിലേക്ക് താന്നു പോയി. വിഗ്രഹവും പോകുന്നുണ്ട്. എന്നാൽ പെട്ടെന്ന് തന്നെ രണ്ട് കൈകൾ അവനെ രക്ഷിക്കുകയാണ്. അവൻ കരയിലേക്കെത്തും. ബോധം പോയി കിടക്കുന്ന മാത്തപ്പനാണെങ്കിലോ ബോധം വന്ന് കണ്ണു തുറന്ന് നോക്കുമ്പോൾ കാണുന്നത് സുന്ദരിയായ ഒരു പെൺകുട്ടി അവിടെ ഇരിക്കുന്നതാണ്. അവൻ അതാരെന്ന് മനസ്സിലാകുന്നില്ല. ആരാണെന്ന് മാത്തപ്പൻ ചോദിക്കുമ്പോൾ ഞാൻ ഭഗവതിയാണെന്ന് പറയും. അത് കേട്ട മാത്തപ്പൻ കള്ളം പറയല്ലേ, എങ്കിൽ നിങ്ങളുടെ യഥാർത്ഥ രൂപം എനിക്കൊന്ന് കാണിച്ചു തരാമോ എന്ന് ചോദിക്കുമ്പോൾ ഭഗവതി മാത്തപ്പനോട് കണ്ണടയ്ക്കുവാനായും പറയും. മാത്തപ്പൻ കണ്ണടച്ച് കണ്ണു തുറക്കുവാനായി പറഞ്ഞ സമയം ഭഗവതി തന്റെ യഥാർത്ഥ രൂപത്തിലെത്തിയിരുന്നു. അത് കണ്ടതും മാത്തപ്പനെ തന്റെ കണ്ണുകളെ പോലും വിശ്വസിക്കാനായില്ല. എന്നാലും മാത്തപ്പൻ ആദ്യം നോക്കിയത് ഭഗവതിയുടെ ദേഹത്തുള്ള ആഭരണങ്ങളൊക്കെയായിരുന്നു.